ഇപ്പോഴും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തെളിയുകയാണ്. അതിനിടയിലാണ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുന്ന സാഹചര്യവും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ഒക്കെ റിമാൻഡ് കാലാവധി നീട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്താണ് കൊല്ലം കോടതി ഇക്കാര്യത്തിൽ, വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആർ അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, ഈ സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും അതിലെ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ കോടതി ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് ഈ കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകാൻ പോകുന്നു എന്നതുകൂടിയല്ലേ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അരുൺ, മറ്റെന്തെല്ലാം വിവരങ്ങൾ നൽകാൻ കഴിയും? ജി.കെ. പൂർണ്ണമായും ശരിയാണ്. കാരണം ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോൾ തന്നെ ഈ വാദത്തിനിടയിൽ SIT മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അവരുടെ പ്രയറായി കോടതിക്ക് മുമ്പാകെ എത്തിച്ച കാര്യങ്ങളിലൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ പത്മകുമാറിനെ ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. അതിൽ കാരണമായി SIT ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസിൽ മുഴുവൻ പ്രതികളെയും ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും തേടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മുൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ വിട്ടാൽ അത് പ്രതികളെ സ്വാധീനിക്കാനോ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റിനെ ചോദ്യം ചെയ്യാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതാണ്. SITയുടെ ആ രണ്ട് ലൈൻ തന്നെ കോട്ട് ചെയ്താൽ കൂടുതൽ പ്രതികളിലേക്ക് അവർ കടക്കുന്നു. കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ട് എന്ന് SIT കോടതിക്ക് മുമ്പാകെ തന്നെ ഒരു അഫിഡവിറ്റായി തന്നെ നൽകിയിരിക്കുകയാണ്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിക്കുള്ളിൽ നടന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുകയാണ് ചെയ്തത്. SITയുടെ പറഞ്ഞ വാദങ്ങൾ അതിന്റെ ഗ്രൗണ്ട് അംഗീകരിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് ഈ കേസിൽ ഈ ഘട്ടത്തിൽ പത്മകുമാറിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിക്കുകയാണ്. മറ്റൊന്ന്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായി നേരത്തെ തന്നെ SIT പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ മുരാരി ബാബു, ഇരുവരും കോടതിക്ക് മുമ്പാകെ ഇന്ന് അവരുടെ റിമാൻഡ് കാലാവധി അവസാനിച്ചിരുന്നു. ഇരുവരെയും നേരിട്ട് കോടതിയിൽ ഹാജരാക്കി. ഈ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ കോടതി 14 ദിവസത്തേക്കാണ് ഇരുവരെയും ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. മറ്റൊന്ന്, അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് ദ്വാരപാലക ശില്പക്കേസിലും അതുപോലെ തന്നെ കട്ടളപ്പാളി കേസിലും ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം അക്കാര്യത്തിൽ പറയുന്നത് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു. SIT ചോദിച്ച എല്ലാ ഘട്ടത്തിലും തന്നെ മൊഴിയടക്കം നൽകിയതാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ പറയാനില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ താൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാം. തനിക്ക് നീതി വേണം, തന്നെ ജാമ്യത്തിൽ വിടണം എന്നുള്ളതാണ് കോടതിക്ക് മുമ്പാകെ ഇന്ന് നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജാമ്യാപേക്ഷയിൽ കോടതി ഈ മാസം 14-നായിരിക്കും വിധി ഈ വാദത്തിലേക്ക് കടക്കുക. അന്ന് തന്നെ ഒരുപക്ഷെ വിധിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയതാണ്. ഇതിൽ ഏറെ നിർണായകമാവുക ഇനി SIT ആരിലേക്ക് അന്വേഷണം പോകുന്നു, KP ശങ്കരദാസിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ അവരിലേക്ക് ഉടൻ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം തേടാൻ കോടതി ഇക്കാര്യത്തിൽ വിലക്ക് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.